കൗമാരപ്രായം തൊട്ട് യൗവനാവസ്ഥയിലും അതുപോലെ മധ്യ കാലഘട്ടത്തിലും ജീവിതത്തിന്റെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്ന് പറഞ്ഞാൽ. ആക്നെ വൾഗാരിസ് എന്നാണ് മുഖക്കുരുവിന്റെ ശാസ്ത്രീയ നാമം. മുഖക്കുരുവിന്റെ ശരിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. നമ്മുടെ സ്കിൻ ടൈപ്പ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണോ, നോർമൽ ആയിട്ടുള്ള സ്കിന്നാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിക്സഡ് കമ്പൈൻഡ് ആയിട്ടുള്ള സ്കിന്നാണോ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ എന്നൊക്കെ ഉള്ള അനുസരിച്ചിരിക്കും ബാക്കി നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ പ്രത്യേകം എന്താണ്, ആ ഓയിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ലേപനങ്ങൾ, അതുപോലെ വാഷ് ചെയ്യാനായിട്ട് ത്രിഫല കൊണ്ടുള്ള വെള്ളം, അല്ലെങ്കിൽ അങ്ങനെ ടോണർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഇത് വെച്ചിട്ട് വാഷ് ചെയ്യുക. അതുപോലെ ഫേസ് വാഷസ്, ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിന് തന്നെ ഫേസ് വാഷൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഫുഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, അധികമായിട്ടുള്ള സ്പൈസി, ഓയിലി, ഫ്രൈഡ്, ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്, ജങ്ക് ഫുഡ്, ഇതെല്ലാം എന്താണ്, ഈ പറഞ്ഞ പോലെ ഓയിലിന്റെ ബിൽഡപ്പ് ശരീരത്തിൽ കൂട്ടുകയും സെബത്തിന്റെ അളവ് കൂട്ടുകയും ഈ പറഞ്ഞ പോലെ സ്കിന്നിന്റെ പോഴ്സിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പ്രവണത ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താണ്, ആ ഒരു ഹീലിംഗ്, അതുപോലെ നമുക്കൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കൾ വെച്ചിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആ ഒരു സ്കിന്നിൻ്റെ ഹൈജീൻ കീപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോകുമ്പം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക, പറഞ്ഞ പോലെ പൊടി ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അഥവാ ഇപ്പം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകുമ്പോഴെന്താണ്, നമ്മൾ ഫേസ് കവർ ചെയ്തിട്ടൊക്കെ പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടുതലായിട്ടുള്ള ഇത് വരുന്നത്, ഈവൻ കാറ്റിനോടുള്ള കൂടുതൽ എക്സ്പോഷർ കൊണ്ടും മൂക്കുരു പലർക്കും കൂടാറുണ്ട്. ആ ഒരു സിംറ്റം അഗ്രവേറ്റ് ചെയ്യാറുണ്ട് പലർക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എന്താണ്, നമ്മുടെ ഡയറ്റിൽ കൂടുതൽ വാട്ടറിന്റെ കണ്ടന്റ് ഉള്ള സാലഡ്, വെള്ളരിക്ക, കുമ്പളങ്ങ, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് ഇപ്പോൾ രാത്രിയിൽ പാല് കൂടുതലായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ തൈര് കൂടുതലായിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ കൊണ്ട് ഈ പറയുന്ന ശരീരത്തിലെ കഫദോഷം, അതാണ് കൂടുതലായിട്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇതുപോലെ പസ്സൊക്കെ ഉള്ള കണ്ടന്റ് ഉള്ള ആക്നെയ്ക്ക് ഉണ്ടാകുന്ന കാരണം. പിന്നെ പലതരത്തിലുള്ള ആക്നെ ഉണ്ട്. ഇപ്പം ചിലർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ള സ്പോട്ട് പോലെ, കറുത്ത കളർ ഒക്കെ ഉള്ള, കളർ ചേഞ്ച് ഒക്കെ ഉള്ള സ്പോട്ട് പോലത്തെ ഇതായിരിക്കും. അപ്പൊ അതിനകത്ത് അധികം ഒരു കണ്ടന്റ് ഒന്നും കാണില്ല, ലിക്വിഡ് കണ്ടന്റ് അധികം കാണത്തില്ല. പക്ഷെ ചിലർക്ക് കുറച്ചൊരു റെഡ് കളർ കൂടുതലുള്ളതും പെട്ടെന്ന് പൊട്ടുന്ന പോലത്തെ, പരുവൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഉള്ള ഒരു ആക്നെ കണ്ടുവരാറുണ്ട്. അത് കൂടുതലും പിത്തപ്രധാനമായിട്ടുള്ള കണ്ടീഷൻസിലാണ്. അതിനാണ് മഞ്ചിഷ്ടാദിയൊക്കെ പോലുള്ള പ്രത്യേകം ഹീറ്റിനെ കുറയ്ക്കാൻ പറ്റുന്ന ലേപനങ്ങൾ, അതുപോലെ ക്രീംസ്, അല്ലെങ്കിൽ പ്രത്യേകം മെഡിസിൻസ്, ഫേഷ്യലുകൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് കൂടുതലായിട്ട് പസ്ഫിൽഡ് ആയിട്ടുള്ളതും ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആക്നെ. അപ്പോൾ അതിന് ആ ഒരു ഓയിലി നേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ത്രിഫലൊക്കെ കൊണ്ട് വാഷ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും മെഡിസിൻസ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ആക്നെയ്ക്കും ഓരോ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്താണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ആദ്യം പ്രിവെന്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പോഷർ കുറയ്ക്കുക. ഇപ്പോൾ ഡസ്റ്റ്, വിൻഡ്, അങ്ങനത്തെ എക്സ്പോഷേഴ്സ് കുറയ്ക്കുക. അലർജൻസും ആയിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് സ്ട്രെസ് അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെയാണ് ഇൻസോംനിയ, അതായത് നമുക്ക് ഉറക്കക്കുറവ് വരുമ്പോഴും എന്താണ്, ഈ പറയുന്ന ആക്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പരീക്ഷയോടനുബന്ധിച്ചൊക്കെ ഈ ആക്നെ പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കൗമാരക്കാര് ഓൾറെഡി അവര് ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു അവയർനെസ്സും കൂടെ ഇതിനോടൊപ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലേപനങ്ങളൊക്കെ ആയിരിക്കും നല്ലത്. അതല്ലാതെയുള്ള സ്കിൻ ടൈപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലേപനങ്ങൾ ഒക്കെ ആയുർവേദത്തിൽ ഇന്ന് ലഭ്യമാണ്. ഇതല്ലാതെ തന്നെ ഈ പറയുന്ന പോലെ കഷായധാര, അങ്ങനെ സ്കിന്നിന് ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് കൊടുക്കുന്ന, ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒക്കെ ചികിത്സകളും ഇന്ന് ആയുർവേദത്തിൽ ലഭ്യമാണ്.